ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ഷാർജയാണ്. വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ എളുപ്പത്തിലൊരു ഷാർജയാണ് ഉണ്ടാക്കുന്നത്. 1/2 ലിറ്റർ പാലിനാണ് ഞാനിന്ന് ഷാർജ ഉണ്ടാക്കുന്നത്. ഇത് 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കിയ പാലാണ്. പിന്നെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കപ്പലണ്ടിയാണ്. ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാലിന് 200 ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു റോബസ്റ്റ പഴം, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. അത് എൻ്റെ ഇവിടുത്തെ കണക്കനുസരിച്ചാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തോന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പ്, അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയ എടുത്ത് വെച്ചിരിക്കുന്നു. 5 രൂപയുടെ 2 ചെറിയ പാക്കറ്റ് ബൂസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കപ്പലണ്ടിയും പഞ്ചാരയും കൂടെ നമുക്ക് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ നമ്മൾ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും പഞ്ചാരയും കൂടെ ഇട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പഴം ഇട്ട് കൊടുക്കാം. റോബസ്റ്റ പഴമാണേ. ബൂസ്റ്റും കൂടെ ഇട്ട് ഞാൻ പഴവും ബൂസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പാല് ഒഴിച്ച് നന്നായിട്ട് അടിക്കാം. ഞാൻ കട്ടി പാല് ഒന്ന് ഉടച്ചെടുത്തേ. ഇനി നമുക്കിത് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ ഷാർജ ആയിട്ടുണ്ട്, നല്ല അടിപൊളി ഷാർജ. ഇത് നമുക്ക് സർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കുടിക്കാം. ഐസ്ക്രീം ഇല്ലാതെ തന്നെ ഇത് വളരെ ടേസ്റ്റാണ്. നമ്മളിവിടെ ഷാർജ തയ്യാറായിരിക്കുകയാണ്. നല്ല കിടുക്കാച്ചി ഷാർജയാണ്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളും ഈസിയുമാണിത്. നല്ല ടേസ്റ്റി ഷാർജയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.